ഇനി ബദ്രിനാഥിലെ ഹിമപാതത്തിലേക്ക് പോകുകയാണെങ്കിൽ 57 തൊഴിലാളികൾ ഹിമപാതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ദേശീയപാതയിൽ ഉൾപ്പെടെ മഞ്ഞുവീഴ്ച ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചമോലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ 57 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഒപ്പം തന്നെ അതിശക്തമായ മഴയും ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെയായി? നീലിമ, ഹിമപാതത്തിൽ ഏതാണ്ട് 57ഓളം തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ കൂടുതലായിരുന്നു ഇതിലെ സംഖ്യ എന്നത്. പക്ഷേ നിരവധി പേരെ രക്ഷിക്കുവാൻ ഈ സൈന്യത്തിനും മറ്റും സാധിച്ചിട്ടുണ്ട്. നിലവിൽ 57 പേരുമായി ബന്ധം ആയിട്ടില്ല. ഇവര് ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് ബദ്രിനാഥ് ഡാമിന്റെ പല മേഖലകളിലായി വിവിധ കമ്പനികൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയിട്ടുള്ള തൊഴിലാളികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടങ്ങിയതായി ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കി. നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. ബദ്രിനാഥ്, അതോടൊപ്പം തന്നെ ചമോലി, ഉത്തരകാശി ഇങ്ങനെയുള്ള വിവിധ ഉത്തരാഖണ്ഡിലെ ജില്ലകളിൽ ഇതിനകം തന്നെ ഓറഞ്ച് അലർട്ട് നൽകിയതാണ്. കനത്ത മഴയും ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഈ കാണാതായ അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആളുകളെ അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. ഒപ്പം ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ മുഴുവൻ ഉത്തരാഖണ്ഡിലെ ജില്ലകൾക്കും നൽകിയിരിക്കുകയാണ്. നീലും ഗൗതം, ഒപ്പം ഈ പ്രദേശത്ത് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പ്രദേശവുമല്ലേ? അത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? അതോ ഈ തൊഴിലാളികൾ മാത്രമാണോ ഈ ഹിമപാതത്തിൽ അകപ്പെട്ടിരിക്കുന്നത്? നീലിമ, ഈ ബദ്രിനാഥ് ഡാമിലെ തൊഴിലാളികൾ മാത്രമാണ് നിലവിൽ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ബദ്രിനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. കേദാർനാഥിലും ബദ്രിനാഥിലും തീർത്ഥാടകരെത്തുന്ന ഒരു സമയമല്ല ഇത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങൾ തുറക്കുന്നത്. പിന്നീട് ഒക്ടോബർ, നവംബർ വരെയുള്ള സമയങ്ങളിലെ പൂജാ സമയങ്ങൾക്കായാണ് ഈ ക്ഷേത്രനട തുറക്കുന്നതും അവിടേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നതും. ഈ സമയം ഇരു ക്ഷേത്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ ഒരുപാട് തീർത്ഥാടകർ ഈ സമയങ്ങളിൽ ഇവിടേക്ക് എത്താറില്ല. അതിനാൽ തന്നെ ഇതൊരു അത്തരം റിപ്പോർട്ടുകൾ വരുന്നില്ല. മറിച്ച് ഈ കൺസ്ട്രക്ഷനാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റോഡ്, ടണലുകൾ, അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിട നിർമ്മാണം ഇതിനായി എത്തിയിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.